കേരളത്തെ നടുക്കുന്ന വാർത്തയാണ് കഴിഞ്ഞ ദിവസം വെഞ്ഞാറമൂട്ടിൽ നടന്ന കൂട്ടക്കൊല. നമ്മൾ മലയാളികളുടെ മനസ്സാക്ഷിയെ തകർത്തു കളയുന്ന തരത്തിലുള്ള ഒരു വാർത്തയായിരുന്നു അത്. കേരളത്തിൽ ജോളി വധം, അതുപോലെ തന്നെ ഈ അടുത്ത കാലത്ത് ചെന്താമര എന്ന് പറയുന്ന ഒരു ക്രിമിനൽ നടത്തിയ വധം, അതിനേക്കാളേറെ മനസ്സാക്ഷിയെ വ്രണപ്പെടുത്തുന്ന ഒരു വധം തന്നെയായിരുന്നു. തൻ്റെ കുടുംബാംഗങ്ങളെ ഒരു ദയാദാക്ഷിണ്യവും ഇല്ലാതെ വധിച്ച, കേരളത്തെ ഏറ്റവും നടുക്കിയ കൊലപാതകം നടത്തിയത് പ്രതി അഫാനാണ്. വെറും 23 വയസ്സ് മാത്രമുള്ള ഒരു ചെറുപ്പക്കാരനാണ് പ്രതി. നാട്ടുകാർക്ക് പ്രതിയെക്കുറിച്ച് വലിയ അഭിപ്രായമൊന്നുമില്ല. ഇതിനു മുമ്പേ വഴക്കിട്ടതായിട്ടൊന്നും അറിവില്ല. വീട്ടുകാരുമായി ചില്ലറ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് വീടിനടുത്തുള്ളവർ അഭിപ്രായപ്പെടുന്നുണ്ട്. പ്രതി ഒരേ ചുറ്റിക വെച്ച് സ്വന്തം അനിയനെയും മുത്തശ്ശിയായിട്ടുള്ള സൽമ ബീവിയും അനിയനായിട്ടുള്ള അഫ്സാനെയും അതുപോലെ തന്നെ ഫർസാന എന്ന് പറയുന്ന തൻ്റെ കാമുകിയെയും ലത്തീഫ് എന്ന് പറയുന്ന തൻ്റെ വല്യച്ഛൻ്റെ ഭാര്യയായിട്ടുള്ള സജിത എന്ന് പറയുന്ന സ്ത്രീയെയും തലക്കടിച്ച് കൊലപ്പെടുത്തി. സ്വന്തം അമ്മയെ കഴുത്ത് ഞെരിച്ച് കൊല്ലുവാൻ ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ ആദ്യം അത് നടക്കാത്തത് കൊണ്ടാണ് ചുറ്റിക മേടിച്ച് അമ്മയുടെ തലക്കടിക്കുന്നത്. ക്യാൻസർ പേഷ്യൻറ്റും കൂടെ ആയിട്ടുള്ള അമ്മ RCCയിൽ ചികിത്സയിലായിരുന്നു. ഇപ്പോൾ മാതാവ് 80% ക്രിട്ടിക്കൽ ഡാമേജിലാണ്. ആഹാരം തുറന്ന് കഴിക്കുവാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. അനുജനെ കൊല്ലുന്നതിന് മുൻപേ അനുജനെ ആഹാരം മേടിച്ചു കൊടുക്കുന്നതായിട്ടും ഒക്കെ പറയുന്നുണ്ട്. ലത്തീഫ് അർഫാൻ ഈ കൊലപാതകം നടത്തിയതിന് ശേഷം എലിവേഷൻ കഴിക്കുകയാണ്. എലിവേഷൻ കഴിച്ചതിന് ശേഷം പോലീസ് സ്റ്റേഷനിൽ പോയി ഹാജരാകുന്നു. സാമ്പത്തിക മാധ്യമമാണ്, തൻ്റെ കുടുംബം നേരിടുന്ന സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികളാണ് ഈ കൊലപാതകത്തിന് തന്നെ പ്രേരിപ്പിക്കുന്നതെന്നും തൻ്റെ പിതാവ്, ഗൾഫിൽ നിൽക്കുന്ന പിതാവിന് എന്തോ പ്രശ്നങ്ങൾ, സാമ്പത്തികപരമായിട്ടുള്ള എന്തോ പ്രശ്നം പറ്റുന്നു, അതിനെ സംബന്ധിച്ച് കുടുംബത്തിലുള്ള മാതാവും അനുജനും താനും, അതും 14 വയസ്സുള്ള അനുജനും താനും മരിക്കാൻ തീരുമാനിക്കുന്നു. അപ്പോൾ അവരെ കൊല്ലാനുള്ള ഒരു നേതൃത്വം താൻ ഏറ്റെടുക്കുന്നു എന്നുള്ള ഒരു കഥയാണ് നമ്മളുടെ പ്രതി പോലീസിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ പോലീസ് പൂർണ്ണമായിട്ടും ഈ പ്രതി പറഞ്ഞ കഥയെ വിശ്വസിച്ചിട്ടില്ല. ഇതിനെ ചുറ്റിപ്പറ്റി ധാരാളം പുതിയ അവ്യൂഹങ്ങളും വരുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. ഈ ജനറേഷൻ, അതായത് ഈ ഒരു തലമുറയുടെ പോക്ക് എങ്ങോട്ടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത തരത്തിലേക്കാണ് കാര്യങ്ങളുടെ നീക്കം. അതും പ്രത്യേകിച്ച് മയക്കുമരുന്നിനൊന്നും അടിമയല്ല എന്നും പറയുന്നു. അഥവാ അങ്ങനെയാണെങ്കിൽ തന്നെ മയക്കുമരുന്നിന്റെ സ്വാധീനത്തിൽ സ്വന്തം കൂടപ്പിറപ്പുകളെ പോലും ഒരു ദയാദാക്ഷിണ്യമില്ലാതെ കൊല്ലുവാൻ സാധിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണോ കേരളത്തിലെ മനുഷ്യർ പോകുന്നത് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇതങ്ങ് ദൂരെയൊന്നുമല്ല, നമ്മളുടെ സ്വന്തം സംസ്ഥാനം, ദൈവത്തിൻ്റെ സ്വന്തം നാടെന്നറിയപ്പെടുന്ന നമ്മളുടെ കേരളത്തിലാണ് മനസ്സാക്ഷിയെ നടുക്കുന്ന ഈ കൊലപാതകം നടന്നത്. ഇതിനെക്കുറിച്ചുള്ള വരും വാർത്തകൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നന്ദി.